പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പൊരിച്ച പത്തിരി അല്ലെങ്കിൽ മസാല പത്തിരിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ലൊരു പലഹാരമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് നമുക്ക് ഫില്ലിങ്ങിനായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ചൂടായ കടായിയിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 2 വലിയ സവാള വളരെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ടൊരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ സവാളയൊക്കെ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇതിപ്പോൾ ഒരു പകുതി ഭാഗം വരെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. നിങ്ങൾ കൂടുതലായിട്ട് പത്തിരി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് സവാളയുടെ അളവ് കൂട്ടി കൊടുത്താൽ മതി. ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, അതുപോലെ അല്പം ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മതിയാവും. എല്ലാം കൂടി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ചു വെക്കണം. ഇതേ സമയം വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 200 ഗ്രാം ബീഫ് ഞാൻ അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ്. അത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ബീഫ് കൂടി ഇതിലോട്ട് ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ സവാളയും ബീഫൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ വരെ മല്ലിയില കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടായി വരണം. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പത്തിരിക്കുള്ള അരിയൊന്ന് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു മീഡിയം സൈസിലുള്ള സവാള അല്പം കനത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. 3 ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില കൂടി ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ പെരുംജീരകം കൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. വലിയ ജീരകമാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. സാധാരണ പത്തിരിക്ക് വേണ്ടിയിട്ട് നമ്മൾ അരക്കുന്ന ടൈമിൽ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതൊന്നും ചേർക്കാറില്ല. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതുകൂടി ചേർത്താൽ. ഇനി മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് അതുകൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട്, ഞാനിപ്പോൾ പാക്കറ്റിലുള്ള പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പുറകു വശത്തായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ഇത് കുഴച്ചെടുക്കേണ്ട രീതി എഴുതിയിട്ടുണ്ട്. സാധാരണ നോർമൽ വാട്ടറിൽ തന്നെയാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പത്തിരി കൂടാതെ നമുക്ക് കല്ലുമ്മക്കായ, നൂൽപുട്ട് ഇവയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പത്തിരിപ്പൊടി തന്നെ എടുക്കാം. 1 കിലോഗ്രാമിൻ്റെ പാക്കറ്റിന് 68 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ 1.5 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുക്കുന്നത്. ഇനി ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. വെള്ളത്തിൻ്റെ അളവും അവരിതിൽ കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ അളവൊന്നും കൃത്യമായിട്ടല്ല ഒഴിക്കുന്നത്. കാരണം നമുക്ക് സാധാരണയായിട്ട് ഒറോട്ടിക്കും പത്തിരിക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കുമല്ലോ, അത്രയും രീതിയിൽ കുഴച്ചെടുക്കാനുള്ള വെള്ളം നമുക്ക് എടുക്കാം. നല്ല തിക്കായിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം.
വെള്ളം കുറേശ്ശെ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. കണ്ടല്ലോ, നന്നായിട്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. സാധാരണ നമ്മൾ പത്തിരി പൊടി പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് വറുത്തെടുക്കണം, അതുപോലെ വാട്ടിയെടുക്കണം, ചൂടോടുകൂടി കുഴച്ചെടുക്കണം. ഇതിൽ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇതിപ്പോൾ നന്നായിട്ട് സ്മൂത്തായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിലോട്ട് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത്രയും വലുപ്പത്തിലുള്ള അരി ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഒരു പൂരിയുടെ വലുപ്പത്തിൽ പരത്തിയെടുക്കാം. അധികം തിന്നായിട്ട് പരത്തരുത്, അല്പം കട്ടിയിൽ തന്നെ പരത്തിയെടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഈ ബീഫ് മസാലയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാലയും ഉണ്ടാക്കിയെടുക്കാം. ഈ അരി നമുക്ക് സൈഡിൽ നിന്നും ഇതുപോലെ വീണ്ടും മുകളിലോട്ട് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം മസാല പുറമേ കാണാത്ത വിധത്തിൽ വീണ്ടും ഇതുപോലെ ബോളാക്കിയെടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഇത് ഷീറ്റിലോട്ട് തന്നെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ പതിയെ ഒന്ന് പരത്തി കൊടുക്കണം. അധികം വലുപ്പത്തിലൊന്നും പരത്തണ്ട, ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. സൈഡ് വശമൊക്കെ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. അധികം തിന്നാക്കി കഴിഞ്ഞാൽ മസാല പുറമേ കാണും. മസാല പുറമേ കാണാത്ത വിധത്തിൽ പതിയെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു സ്റ്റീമറിൻ്റെ തട്ടിലോട്ട് വെച്ച് കൊടുക്കാം. സ്റ്റീമറിൻ്റെ തട്ടിൽ ഒരു ചെറിയ കഷ്ണം ഇല വെച്ച് കൊടുക്കുന്നുണ്ട്. ഇലയില്ലെങ്കിൽ അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് വെക്കുമ്പോൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് കൊടുക്കരുത്. ഒരു ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം മുകളിൽ വീണ്ടും ഇല വെച്ചിട്ട് വേണം നമ്മൾ അടുത്ത ലെയർ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കുക്കായി കഴിയുമ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അകത്ത് ഫില്ലിംഗ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മുകളിലായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഓരോ ലെയറിനും മുകളിലായിട്ട് ഇലയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ച് കൊടുത്തതിന് ശേഷം മാത്രം പത്തിരി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഉണ്ടാക്കേണ്ട രീതി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതുപോലെ നമുക്ക് മുഴുവൻ പത്തിരിയും ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. ശേഷം 1 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഉരുട്ടിയെടുത്തതിന് ശേഷം പതിയെ ഒന്ന് വീണ്ടും പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റീമറിൻ്റെ തട്ടിലോട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ മുഴുവനും ഉണ്ടാക്കിയതിന് ശേഷം സ്റ്റീമറിൽ അല്പം വെള്ളം ഞാൻ തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഈ തട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റ് മതിയാവും. അപ്പോഴേക്കും നന്നായിട്ട് കുക്കായിട്ട് വരും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റിന് ശേഷം പത്തിരി ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് തട്ടിൽ നിന്നും മാറ്റിയിട്ട് അല്പം തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോഴേക്കും നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു ബൗളിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ വരെ പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത് ഇതിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ എരിവിന് വേണ്ടിയിട്ടല്ല. എരിവിന് വേണ്ടി പെപ്പർ പൗഡറാണ് ചേർക്കുന്നത്. ഇതിലോട്ടൊരു 3-4 ടേബിൾ സ്പൂൺ വരെ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്പം ലൂസായിട്ടുള്ള ബാറ്ററായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്ന തിക്കായിട്ട് കലക്കിയെടുക്കരുത്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചൂടായ പാനിലോട്ട് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന ടൈമിൽ നമ്മൾ തയ്യാറാക്കി വെച്ച പത്തിരി ഓരോന്നായിട്ട് ഈ ബാറ്ററിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് തവയിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇരുവശവും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നത് വരെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, അതുപോലെ നന്നായിട്ടൊരു ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണ്ട. അപ്പോൾ ചില്ലി പൗഡറൊക്കെ കരിഞ്ഞിട്ട് കളറൊക്കെ ആകെ ചേഞ്ചായി പോവും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് 2-3 തവണ തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം.
അങ്ങനെ നമ്മുടെ പൊരിച്ച പത്തിരി ഇല്ലെങ്കിൽ മസാല പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.